ഒരു പണിയാണെങ്കിൽ കഴിഞ്ഞിട്ടില്ല. ആരോ വന്ന് ബെല്ലടിക്കും. ചിലപ്പോ ജാസവും എന്തായാലും നമുക്ക് ക്യാമറ കൊണ്ട് തന്നെ പോവും. ആരാ നോക്കാൻ? ജാസോ അവനാണ് സാധ്യത. അമ്മാരി ബെല്ല് കേട്ടിട്ട് രണ്ടാമത്തെ അടിക്കുന്ന കേട്ടോ. ആരാത്? ഞാൻ ജാസോ കരുതി ബെല്ലടി കേട്ടപ്പോളെ കേറി. ഇതാരും മോളൂസോ? പറണ്ടേ? തന്നെ പറയാതെ വന്നോണ്ട് തന്നെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയിട്ടില്ലേന്ന് കേട്ടോ. പിന്നെ ഞാൻ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒരു ജ്യൂസ് ഉണ്ടാക്കി, ഊർമാമ്പഴവും പാലും റോബസ്റ്റും ഇട്ടാണ്ട്. അങ്ങനെ ഇതാ ചോറും കറിയൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലേന്ന് കേട്ടോ. അതിൽ താത്ത വേഗം ചൂലൊക്കെ എടുത്ത് അടിച്ചേരിത്തൊന്ന് സഹായിച്ചു കേട്ടോ. ബത്തൽ മീൻ ഉണ്ടായിരുന്നു, പച്ചക്കായൻ്റെ ഉപ്പേരി ഉണ്ടായിരുന്നു, കുമ്പളങ്ങിയും പിന്നെ ചേമ്പൂട്ട് വെച്ചൊരു കറി ഉണ്ടായിരുന്നു, ചക്ക കൂട്ടാൻ ഉണ്ടായിരുന്നു, പിന്നെ ഇപ്പം എന്താ പപ്പടം ഉണ്ടായിരുന്നു. ഇതൊക്കെ കേട്ടോ ഇന്നത്തെ വിഭവങ്ങൾ. ഇവർ വരുമെന്നൊന്നും പറഞ്ഞിട്ടില്ലേന്ന് കേട്ടോ. അതുകൊണ്ട് ഉള്ളതുകൊണ്ട് ഓണാക്കി മാറ്റിയിട്ടോ ഞാൻ ഒരു തട്ടിക്കൂട്ട് ചോറും കറി ചെയ്യുന്നു കേട്ടോ. എന്നും മന്തി ആയതുകൊണ്ട് അപ്പം നമുക്ക് മന്തിക്കൊന്നും വലിയ ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വെറും ചോറാക്കാമെന്ന് വിചാരിച്ചത്. അത് അച്ചാറെടുക്കണ തിരക്കിലാണ് കേട്ടോ. പിന്നെ വല്ലപ്പോഴും പിന്നെ ഇങ്ങനെ വെറും ചോറ് കിട്ടുമ്പോൾ ഇവർക്കും ഒരു രസമാവുമല്ലോ. അങ്ങനത്തെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചിട്ടോ. എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ സംഘുവിൻ്റെ വീട്ടിലേക്ക് വരാൻ. പക്ഷേ എനിക്കൊരു കാര്യം മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. എൻ്റെ വീട്ടിൽ വരുമ്പോൾ എല്ലാവരും വിളിച്ചിട്ടോ അല്ലെങ്കിൽ തലേ ദിവസം പറഞ്ഞിട്ടോ വരണം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്കും ബുദ്ധിമുട്ടാവും, സംഘുവിനും ബുദ്ധിമുട്ടാവും. എന്തായാലും ഈ ബുദ്ധിമുട്ടും ഒരു രസമാണല്ലോ അല്ലേ. ചോറും കറിയും എന്തായാലും ഒരാൾക്കുള്ള ചോറും രണ്ടാൾക്കുള്ള ചോറും എപ്പോഴും നമ്മളെ പെരയിൽ റെഡിയാണ് കേട്ടോ. അങ്ങനത്തെ ആ ഫുഡൊക്കെ കഴിച്ച് ഇവർ പോവാൻ നിൽക്കാൻ കേട്ടോ. യാത്രയൊക്കെ പറഞ്ഞ് പോയപ്പോൾ ഒരു സങ്കടം. സംഘുവിൻ്റെ വീട്ടിലേക്ക് വരാൻ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. വൈകുന്നേരം ആയപ്പോഴേക്ക് വീണ്ടും ഗസ്റ്റ് എത്തിട്ടോ. ഇതാണ് കേട്ടോ നമ്മളെ കീർത്തീൻ്റെ അമ്മയും കീർത്തീൻ്റെ ഏട്ടനും. ടി വി കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവർക്ക്. ഓരോ വീട്ടിൽ ടി വി ഇല്ല, അതുകൊണ്ട് തന്നെ ടി വി കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ മോന്. അങ്ങനെ ഒരു രണ്ടാളും ഇതാ വീഡിയോ എടുക്കണതൊന്നും അറിഞ്ഞിട്ടില്ല. ഞാനങ്ങനെ വീഡിയോ എടുത്തു. ഒന്നും അറിയാത്ത മട്ടിൽ നമ്മളെ കീർത്തി മോളും ഇതാ ഇവിടെ നിൽക്കണം കേട്ടോ. അമ്മേൻ്റെ കുട്ടിയാണോ എന്ന് ചോദിച്ചപ്പം എല്ലാന്നാണ് കേട്ടോ ആ മറുപടി പറഞ്ഞത്. അതിൽ ഓളിങ്ങനെ നോക്കി പേടിപ്പിക്കണമുണ്ട് ചിരിപ്പിക്കണമുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിതാ കീർത്തിനെ ഞാൻ മേലേക്കാൻ വേണ്ടിയിട്ട് പോകാൻ ഒരുങ്ങാണ് കേട്ടോ. അമ്മ ഇതാ ഒന്നും അറിയാത്ത മട്ടിലാണ് ടി വി കണ്ടിരിക്കണേ. ഞാനിതാ കീർത്തിമോളെ കൊഞ്ചിക്കുന്നു കേട്ടോ. കുറേ ദിവസമായിട്ട് കീർത്തിൻ്റെ അമ്മ ഇവളെ കൂടെ നടക്കുന്നുണ്ട് കേട്ടോ, ഇവളൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. ഇവളാണെങ്കിൽ പോകണില്ല. അതിൽ ഞാൻ കുറച്ച് സമയം അങ്ങോട്ട് മാറി നിന്നിട്ട് കച്ചറ ഉണ്ടാക്കിയിട്ട് ഓളെ കയ്യിലൊന്ന് കൊടുത്തു കേട്ടോ. ഏതൊരമ്മയ്ക്കും സങ്കടം ഉണ്ടാവില്ല. അങ്ങനെ അമ്മേൻ്റെയും മോളെയും കൊഞ്ചിലാണ് കേട്ടോ ആ കാണുന്നത്. ഇപ്പോൾ ദീദീൻ്റെ കുട്ടിയാണോ അമ്മേൻ്റെ കുട്ടിയാണോ എന്ന് ചോദിച്ചപ്പോൾ ദീദീൻ്റെ കുട്ടിയാണെന്ന് കേട്ടോ മറുപടി പറയുന്നത്. അപ്പോൾ ഓളാണെങ്കിൽ പെരും ചിരിച്ചിരിക്കുന്നുണ്ട് കേട്ടോ നമ്മളെ കീർത്തീൻ്റെ അമ്മ. അങ്ങനെ 9:30 ആയപ്പോഴേക്ക് ഓലൊക്കെ പോയിട്ടോ. പിന്നെ ഞാൻ കീർത്തി മോളെ ഉറക്കാൻ പോകുന്നു. കീർത്തി പോയിട്ടൊന്നുമില്ല. അങ്ങനെ ഞാനും കീർത്തിത സ്നേഹപ്രകടനം കഴിഞ്ഞ് ഞങ്ങൾ ഉറങ്ങണം. അപ്പോൾ വീഡിയോ ഇത്ര വരെ ഉള്ളിടത്ത് വീട്ടിൽ കാണുമ്പോൾ